നമസ്കാരം. K20യിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഓരോ എംപിമാരെയും നമ്മൾ വിശദമായി വിലയിരുത്തുകയാണ്. ഈ 5 വർഷം അവരെന്ത് ചെയ്തു? ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവർക്കും വിമർശകർക്കും എന്താണ് പറയാനുള്ളത്? അരമണിക്കൂറിൽ എല്ലാം പറയാം. ഇന്ന് മലപ്പുറമാണ് മുസ്ലിം ലീഗിൻ്റെ ഉറച്ച കോട്ട. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും മലപ്പുറം ജില്ലയിൽ തന്നെ. അബ്ദുസമദ് സമദാനിയാണ് MP. മണ്ഡലത്തെ വിശദമായി പരിചയപ്പെടാം. ഒപ്പം തെരഞ്ഞെടുപ്പ് ചരിത്രവും. 2008 മണ്ഡല പുനർനിർണയത്തിലൂടെയാണ് മലപ്പുറം പാർലമെന്റ് മണ്ഡലം രൂപീകൃതമാകുന്നത്. പഴയ മഞ്ചേരി മണ്ഡലം ചില മാറ്റങ്ങളോടെ മലപ്പുറമായതാണ്. മലപ്പുറം ആയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും ഇടതുപക്ഷം പച്ച തൊട്ടിട്ടില്ല. മുസ്ലിം ലീഗിന്റെ സമ്പൂർണ്ണ ജയമാണ് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ കണ്ടത്. 2009 മുൻപുള്ള മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ 2004 TK ഹംസ ഒരൊറ്റ തവണ മണ്ഡലം LDFന് സമ്മാനിച്ചിട്ടുണ്ട്. മഞ്ചേരിയിലെ കോണി ഞങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞു കഴിഞ്ഞുവെന്ന് ഇടതുപക്ഷം മുദ്രാവാക്യം മുഴക്കി. അത് ആദ്യത്തേതും അവസാനത്തേതുമായിരുന്നു. അതിനു മുൻപോ അതിന് ശേഷമോ ഒരു സാധ്യത പോലും UDF LDFന് നൽകിയിട്ടില്ല. മഞ്ചേരിയിൽ നിന്ന് ആദ്യമായി 1957 പാർലമെന്റിലെത്തിയത് B പോക്കറായിരുന്നു. 1962, 67, 71 എന്നീ തെരഞ്ഞെടുപ്പുകളിൽ ഖൈദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മയിലാണ് മഞ്ചേരിയെ പ്രതിനിധീകരിച്ചത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം 73 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CH മുഹമ്മദ് കോയയും മഞ്ചേരിയിൽ നിന്ന് ജയിച്ചു. 77, 80, 84, 89 എന്നീ തെരഞ്ഞെടുപ്പുകളിൽ ഇബ്രാഹിം സുലൈമാൻ സെട്ടുവായിരുന്നു മഞ്ചേരിയുടെ നായകൻ. 91, 96, 98, 99 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അഹമ്മദ് മഞ്ചേരിക്ക് വേണ്ടി ഡൽഹിയിലെത്തി. മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ ആദ്യ MPയും അഹമ്മദ് തന്നെ 2009. അതിനുശേഷമുള്ള ചരിത്രം നമുക്ക് വിശദമായി പരിശോധിക്കാം. അതിനു മുൻപ് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിന്റെ നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? പാർലമെന്റ് മണ്ഡലത്തിനകത്തുള്ള 7 നിയമസഭാ മണ്ഡലങ്ങൾ കൊണ്ടോട്ടിയും മഞ്ചേരിയും പെരിന്തൽമണ്ണയും മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന് മണ്ഡലങ്ങളാണ് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായി എത്തുന്നത്. 2019 വോട്ടർമാരുടെ കണക്ക് കൂടി നമ്മൾക്ക് നോക്കാം. 2019 എത്രമാത്രം വോട്ടർമാർ വോട്ട് ചെയ്തു, എത്ര ഉണ്ടായിരുന്നു വോട്ടർമാർ എന്നുള്ളത്? 13,40,547 വോട്ടർമാരാണ് ആകെയുള്ളത്. അതിൽ പുരുഷ വോട്ടർമാർ 6,74,752 പേർ. സ്ത്രീ വോട്ടർമാർ കുറവാണ്, 6,65,791 പേർ. 4 ട്രാൻസ്ജെൻഡർ വോട്ടർമാർ. അതാണ് കണക്ക്. 2014 എങ്ങനെയായിരുന്നു മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ റിസൾട്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, PK സൈനബ LDF സ്ഥാനാർത്ഥി 2,42,984 വോട്ടുകൾ. അതുപോലെ തന്നെ N ശ്രീപ്രകാശ് BJP സ്ഥാനാർത്ഥി 64,705 വോട്ട്. അഹമ്മദ് 1,94,739 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു. അദ്ദേഹത്തിന് 4,37,723 വോട്ടിന്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിച്ചു. അക്കത്തിലേക്ക് തന്നെ നോക്കാം. 1,94,739 വോട്ടിന്റെ ഭൂരിപക്ഷം, 4.5 ലക്ഷത്തിന് അടുപ്പിച്ച് വോട്ട് അദ്ദേഹത്തിന് 2014 അദ്ദേഹത്തിന് ലഭിച്ചു. 2014 ശേഷം 2017 അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ കോട്ടയിലേക്ക് പിന്നീട് മത്സരിക്കാൻ എത്തിയത് PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ലീഗിന് വേണ്ടി. ആ കണക്ക് ഇങ്ങനെയാണ്. PK കുഞ്ഞാലിക്കുട്ടി 5 ലക്ഷത്തിൽ പരം വോട്ടുകൾ നേടിയ ആ തെരഞ്ഞെടുപ്പിൽ ആ ഫലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അത് തന്നെയാണ് MB ഫൈസൽ LDF സ്ഥാനാർത്ഥി. അദ്ദേഹം 3,44,307 വോട്ടുകൾ നേടി. ശ്രീപ്രകാശ് തന്നെ BJP സ്ഥാനാർത്ഥിയായി വീണ്ടും വന്നു. അദ്ദേഹം 65,000 വോട്ട്, 1000 വോട്ടിന്റെ വ്യത്യാസത്തിന് താഴെ, 1000-ൽ താഴെ വോട്ട് അദ്ദേഹം കൂട്ടിയെന്ന് പറയാം. പക്ഷേ 1,71,000 വോട്ടിന് PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്ന് ജയിച്ചു കയറി. അദ്ദേഹത്തിന് 5 ലക്ഷത്തിലധികം വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. 5 ലക്ഷത്തിൽ പരം വോട്ടുകൾ. പിന്നീട് വീണ്ടും സ്ഥിതിഗതികൾ മാറി മറിഞ്ഞത് നമ്മൾ കാണാൻ പോവുകയാണ്. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ PK കുഞ്ഞാലിക്കുട്ടി തന്നെ മലപ്പുറത്ത് സ്ഥാനാർത്ഥിയാകുമ്പോൾ എതിർപക്ഷത്ത് VP സാനുവിനെ കൊണ്ടുവന്നൊരു വലിയ പരീക്ഷണത്തിന് LDF മുതിർന്നു. അതെങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ചിത്രം കുറെ കൂടി വ്യക്തമായി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അന്ന് നടന്ന 2019 തെരഞ്ഞെടുപ്പിൽ VP സാനു 3,29,720 വോട്ടുകൾ അദ്ദേഹം നേടി. ഉണ്ണികൃഷ്ണൻ BJP സ്ഥാനാർത്ഥി 82,000 വോട്ട്. BJPയുടെ വോട്ട് ഒരല്പം കൂടിയത് നമുക്ക് അവിടെ കാണാം. അവിടെ UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം നോക്കൂ, 2.5 ലക്ഷത്തിന് മേൽ, 2,60,000
153 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് 6 ലക്ഷത്തിനടുപ്പിച്ചാണ്. 5,89,000 വോട്ടിന് PK കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹത്തിന് അത്രയേറെ വോട്ടുകൾ ലഭിച്ചു. അതിനുശേഷം 2021 കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി ലോക്സഭാ അംഗത്വം രാജിവെച്ച ശേഷം മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ MP അബ്ദുൽ സമദ് സമദാനി UDF സ്ഥാനാർത്ഥിയായി, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തി. ആ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് കൂടി നമുക്ക് നോക്കാം, അതെങ്ങനെയാണ് എന്നുള്ളത്. അന്നും VP സാനു തന്നെയായിരുന്നു LDF സ്ഥാനാർത്ഥി. പക്ഷേ LDFന് പ്രതീക്ഷ നൽകിയ ഒരു കണിക ആ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, LDF സ്ഥാനാർത്ഥി VP സാനു 4,23,000 വോട്ട്, ഏതാണ്ട് 1 ലക്ഷത്തിനടുപ്പിച്ച് വോട്ട് VP സാനു 2019 മത്സരിക്കാൻ, 19 നിന്ന് വ്യത്യസ്തമായി 21 മത്സരിക്കാനെത്തുമ്പോൾ ഏറ്റി എന്നുള്ളതാണ്. BJP സ്ഥാനാർത്ഥി AP അബ്ദുള്ളക്കുട്ടിയുടെ വോട്ട് 68,000. ഉണ്ണികൃഷ്ണന് കിട്ടിയ വോട്ട് പോലും അബ്ദുള്ളക്കുട്ടിക്ക് കിട്ടിയില്ല. അബ്ദുള്ളക്കുട്ടിയുടെ വോട്ട് മലപ്പുറത്ത് കുറഞ്ഞു, 68,000 കുറഞ്ഞു എന്നുള്ളതും കൃത്യമായി തന്നെ കാണേണ്ട കണക്കാണ്. 1,14,000 പരം വോട്ടുകൾക്ക് IP അബ്ദുൽ സമദാനി ഡൽഹിയിലേക്ക് വണ്ടി കയറി 5.5 ലക്ഷത്തിനടുപ്പിച്ച് 5,38,248 വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അതിനുശേഷം 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ എങ്ങനെ വിധിയെഴുതി, ആ മണ്ഡലങ്ങൾ എങ്ങനെ വിധിയെഴുതി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കൊണ്ടോട്ടിയും മഞ്ചേരിയും പെരിന്തൽമണ്ണയും മങ്കടയും മലപ്പുറവും വേങ്ങരയും വള്ളിക്കുന്നുമൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാം നീല കളറിൽ, ചുവന്ന കളർ കാണാനേ ഇല്ല എന്ന് പറയാം. നോക്കൂ, വള്ളിക്കുന്ന് നീല നിറമാണ്, വേങ്ങര, മലപ്പുറം, അതുപോലെ തന്നെ മങ്കട, പെരിന്തൽമണ്ണ, മഞ്ചേരി, കൊണ്ടോട്ടി എല്ലായിടത്തും UDFന്റെ കോട്ട, ലീഗിൻ്റെ കോട്ട എന്ന് പറയുന്നതാവും ശരി. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയ 7 നിയമസഭാ മണ്ഡലങ്ങൾ, ആ വോട്ട് വിഹിതം കൂടി പരിശോധിച്ചാൽ അറിയാം എത്രമാത്രം മലപ്പുറം ലീഗിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത്. ആ വോട്ട് വിഹിതം ഇങ്ങനെയാണ്: LDFന് 39% മാത്രം വോട്ട് ഷെയർ ഉള്ള മലപ്പുറം പാർലമെന്റ് മണ്ഡലം 39.52%, LDF, UDF 50%, 50.68% വോട്ടുകൾ UDFന്. BJP തുലോം തുച്ഛം, BJPക്ക് ദുർബലമായൊരു വോട്ട് വിഹിതമുള്ള കേവലം 6.29% BJPക്ക്. കേരളത്തിൽ മറ്റൊരിടത്തുമില്ലാത്ത അത്ര താഴ്ന്ന ഒരു വോട്ടിംഗ് ശതമാനം BJPക്കും. ഇങ്ങനെയാണ് കണക്ക്. എന്തായാലും ഒരു വലിയ പോരാട്ടം തന്നെ ഇത്തവണ മലപ്പുറം പ്രതീക്ഷിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായി പറയാം, ലീഗിൻ്റെ കോട്ടയാണ്, ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയാണ് മലപ്പുറം പാർലമെന്റ് മണ്ഡലം. അതിനു മുൻപ് മഞ്ചേരി ആയാലും. പക്ഷേ അപ്പോഴും TK ഹംസ അന്ന് LDFന് വേണ്ടി അന്ന് ആ സീറ്റ് നേടിക്കൊടുത്ത ഒരു ചരിത്രമുണ്ട്. ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കെൽപ്പുണ്ട് എന്ന് LDFന് പറയാൻ പ്രാപ്തി നൽകുന്ന, വിശ്വാസം നൽകുന്ന ഒരു വിജയം TK ഹംസയുടെ വിജയം 2004 വാശിയേറിയൊരു മത്സരം ഇത്തവണയും അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. മലപ്പുറം മണ്ഡലത്തിൻ്റെ ചരിത്രം ഇങ്ങനെയാണ്.